ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRBയുടെ JEE എക്സാമിന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. RRBയുടെ JEE എക്സാമിന് റെഫർ ചെയ്യേണ്ട ബുക്സ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ബുക്സിൻ്റെ റെഫറൻസിൻ്റെ സജഷൻ പറഞ്ഞു തരികയാണ്. അതായത് ഞാനൊക്കെ പഠിച്ച സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള ബുക്സുകളാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഇതേ ബുക്ക് വെച്ചിട്ട് തന്നെ പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാനൊരിക്കലും ഒരു ബുക്കിൻ്റെ പ്രൊമോഷനായിട്ട് പറയുന്നതല്ല. അതായത് ഇത്തരം ബുക്സുകൾ നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ബുക്സുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. കാരണം എല്ലാ ബുക്സും ഒരിക്കലും ഒരു ബുക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കത് ഇന്ന ബുക്ക് മാത്രം പഠിച്ചാലേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റൂ, ഇന്ന ബുക്ക് മാത്രമേ, ഇന്ന പബ്ലിക്കേഷൻ മാത്രം നല്ലത് എന്നുള്ള രീതിയൊന്നും ഇല്ല കേട്ടോ. ഞാനത് പറയാനുള്ളൊരു കാരണം, ചില ആളുകളുണ്ട് ഇപ്പോൾ ഒരു ബുക്ക് പഠിക്കും, ഒരു ബുക്കിൽ കുറച്ച് പേജ് നോക്കിയിട്ട് പിന്നെ നേരെ അടുത്ത ബുക്കിലേക്ക് പോകും. കാരണം ഇതിനെക്കാട്ടി നല്ലത് അതാണ്. അപ്പോൾ ഒരാൾ പറയും, വേറെ സുഹൃത്ത് പറയും, ആ ബുക്ക് പഠിച്ചാൽ മതി എന്ന്. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് നേരെ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. സോ ആ ഒരു ടെൻഡൻസി ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ, ഒരു ബുക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എസൻസ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ ബുക്ക് ഫുള്ള് അതിൽ ഒന്നാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ നിങ്ങൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബുക്കിലെ ഓതർ എന്താണോ ഉദ്ദേശിച്ചത് അത് കംപ്ലീറ്റ് ആയിട്ട് കൺവേ ആവുള്ളൂ. അല്ലാണ്ട് കുറച്ച് ഇവിടെ നോക്കുന്നു, കുറച്ച് അവിടെ നോക്കുന്നു, കുറച്ച് ഇവിടെ നോക്കുന്നു, അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സോ നിങ്ങളിപ്പോൾ നിലവിൽ ഏതെങ്കിലും ഒരു ബുക്ക് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അത് ആസ് പെർ സിലബസ് ആണോ നിങ്ങൾ നോക്കണം, അത് ശ്രദ്ധിക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആസ് പെർ ന്യൂ സിലബസ് ആണെങ്കിൽ മാത്രമേ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. അല്ലെ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്യണമല്ല ഞാൻ പറയുന്നത്. സിലബസ് പ്രകാരമുള്ള ബുക്സ് ആണെങ്കിൽ അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇനി ആരെങ്കിലും ഇതുവരെ ബുക്സ് ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന കുറച്ച് ബുക്സുകളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് തന്നെ നോക്കാം. സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓതറാണ് RS അഗർവാൾ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് RS അഗർവാൾ എന്ന് പറയുന്നത് ഈ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡിലെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളൊരു ഓതർ തന്നെയാണ്. അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, അതായത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബുക്കാണ് കേട്ടോ ഈ RS അഗർവാൾ എന്ന് പറയുന്നത്. പക്ഷേ വൺസ് നിങ്ങൾ RS അഗർവാളിൻ്റെ ഒരു ബുക്സ് നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അഥവാ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചില ആളുകൾ പറയാറുണ്ട് ഇതിൽ ഷോർട്ട് കട്ട് കുറവാണ്, ഇതിൽ ആ രീതിയിലല്ല ഈ രീതിയല്ല എന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും. സോ RS അഗർവാൾ ആണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബുക്ക്. അതേപോലെ തന്നെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സിൽ വന്നിട്ടുള്ളതാണ് മാത്തമാറ്റിക്സിൻ്റെ. ഞാൻ ഈ SSC എഴുതാൻ കാരണേ ഈ RRBയുടെ ബുക്ക് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുമ്പോൾ വളരെ കുറച്ച് ബുക്സ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകളെ അവൈലബിൾ ആവുള്ളൂ. കാരണം 2014 2019 ഉള്ള ബുക്സ് 2018 ഉള്ളതാണല്ലോ അവൈലബിൾ ആവുക. സോ നിങ്ങൾ SSCയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ SSCൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അതിൽ കിരൺ പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് അത്യാവശ്യം നല്ലൊരു ഓതറായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓതറാണ് കിരൺ പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്സിൽ ഒരു ധാരണ കിട്ടിയല്ലോ. അതേപോലെ തന്നെയാണ് റീസണിങ്ങിൻ്റെ കാര്യത്തിലും. റീസണിങ്ങിലും RS അഗർവാളിൻ്റെ ബുക്കും അതേപോലെ തന്നെ കിരൺ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരേപോലെ ഉപയോഗപ്പെടുത്താവുന്ന ബുക്സാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ജനറൽ അവയർനെസ് ആണ്. ഈ ജനറൽ അവയർനെസ്സിൽ നിങ്ങൾക്കറിയാം ഇത് കുറച്ചുകൂടി എന്താണ്, നമുക്ക് കുറേ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് റെഫർ ചെയ്യാനുള്ള ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 2 ബുക്സ് എന്ന് പറയുന്നത്, അതൊന്ന് അരിഹന്ത് പബ്ലിക്കേഷൻ്റെ ബുക്കും അതേപോലെ ല്യൂസൻസ് പബ്ലിക്കേഷൻ്റെ ബുക്കുമാണ്. ഇത് രണ്ടും, ഈ ല്യൂസൻസ് പബ്ലിക്കേഷൻ്റെ ബുക്കൊക്കെ വളരെ എന്താണ്, നമുക്ക് എക്സാമിന് വേണ്ടി ഏറ്റവും ക്രിസ്പായിട്ടുള്ള രീതിയിൽ വന്നിട്ടുള്ള ബുക്കാണ്. ഞാൻ പഠിച്ച സമയത്ത് ഞാൻ റെഫർ ചെയ്തിട്ടുള്ള ബുക്കാണ് ല്യൂസൻസ് പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് എന്ന് പറയുന്നത്. അതേപോലെ അരിഹന്ത് പബ്ലിക്കേഷൻസിൻ്റെ ബുക്കും വളരെ നല്ല ബുക്കാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ജനറൽ സയൻസിലേക്ക് വരികയാണെങ്കിൽ, ജനറൽ സയൻസിലേക്ക് അരിഹന്ത് പബ്ലിക്കേഷനും ല്യൂസൻസ് പബ്ലിക്കേഷൻ്റെ ബുക്ക് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മൾ ടയർ 2ലേക്ക് വരുന്ന സമയത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് പഠിക്കാനുണ്ടല്ലോ. സോ ആ സമയത്ത് നമ്മൾ ക്ലാസ് 10 വരെയുള്ള CBSE ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റെഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ അപ്പോൾ ജനറൽ സയൻസിന് നിങ്ങൾക്ക് ഈ CBSE ബുക്സും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതല്ല കുറച്ചുകൂടി അങ്ങനെ വൈഡായിട്ട് നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അരിഹന്ത് പബ്ലിക്കേഷൻസിൻ്റെ ബുക്കും ല്യൂസൻസ് പബ്ലിക്കേഷൻസിൻ്റെ ബുക്കും എന്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അരിഹന്ത് പബ്ലിക്കേഷൻസിൻ്റെ ബുക്കും ല്യൂസൻസ് പബ്ലിക്കേഷൻസിൻ്റെ ബുക്കും എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. സോ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ റെഫർ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് CBT 1ൻ്റെ ബുക്ക് റെഫറൻസുകളുടെ ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. സോ ഈ ബുക്സിൻ്റെ സജഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ബുക്സ് ഒന്നും ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരം ബുക്സുകൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓൾറെഡി ബുക്ക് കയ്യിലുള്ളവരാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ
ചെയ്യുമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഓരോ ഓതറും ഈ സബ്ജക്റ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ബുക്സൊക്കെ ഇറക്കിയിട്ടുണ്ടാവുക. സോ വേറെ ഏതെങ്കിലും ബുക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. കാരണം നിങ്ങൾ ഓരോരുത്തരും ഇപ്പം ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ഉപയോഗിച്ച ബുക്സുകൾക്ക് തന്നെയാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വേറെ ഓരോരുത്തരും എല്ലാവരും ഒരേ ബുക്കല്ലല്ലോ റെഫർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്ത ബുക്സും ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ ഓരോരുത്തരും എന്ത് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും അതെന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും. കമൻറ്റ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ബുക്സുകൾ, അതേപോലെ ബുക്സിൻ്റെ റിവ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എൻ്റെ റിവ്യൂ ആയിരിക്കില്ല, അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ആയിരിക്കില്ല മറ്റൊരാൾ റിവ്യൂ ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു RS അഗർവാളിൻ്റെ ബുക്ക് അത്യാവശ്യം എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയാൻ ചിലപ്പോൾ ചിലർ പറയും RS അഗർവാളിൻ്റെ ബുക്ക് വളരെ ഡിഫിക്കൽട്ടാണ് നോക്കാനെന്നൊക്കെ പറഞ്ഞ് റിവ്യൂസ് വരും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓരോ ബുക്സിനെ കുറിച്ചും ഓരോ പബ്ലിക്കേഷൻസിനെ കുറിച്ചും നിങ്ങളുടെ റിവ്യൂസ് എന്ത് ചെയ്യുക, വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. CBT 2ൻ്റെ കേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും CBT 2ൽ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമേ നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൂ. ഒരിക്കലും നമുക്ക് ഇന്ന സബ്ജക്റ്റ് പഠിക്കാൻ ഇന്ന ബുക്ക് എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അത് നമ്മൾ BTECനൊക്കെ പഠിച്ചിട്ടുള്ള ഡിപ്ലോമക്കൊക്കെ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകളായതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. എന്നാൽ അതിലെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് CBT 2ന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാൻ CBT 1ന് വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് സജഷൻ റെഫറൻസ് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.